അല്ല, ഞങ്ങൾ സാധാരണ ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പും വിയോജിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. സമുദായ ഐക്യം നല്ലതാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കെതിരാവരുത്. പിന്നെ ഈ ഐക്യം ഉണ്ടായത് UDF-നെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഏതായാലും ഐക്യം ഉപേക്ഷിച്ചുവെന്ന് ആണ് ചാനൽ വാർത്തകളെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ മുഖ്യ കാരണമായിട്ട് മനസ്സിലാക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി SNDP-യുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും BJP-യുടെ ഘടകകക്ഷിയായ BDJS-ൻ്റെ ചെയർമാൻ കൂടിയാണ്, NDA-യുടെ അംഗമാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അതൊരു പ്രോ BJP ലൈനിലേക്ക് പോകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് NSS-നുണ്ടായി കാണും. പിന്നെ ശ്രീ സുകുമാരൻ നായർ എല്ലാ കാലത്തും ഒരു ആൻറ്റി BJP സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇതൊരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയായിട്ട് പോലും BJP-യുമായിട്ട് ഒരു സഹകരണം ഒരു കാലത്തും അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പം മന്നം ജയന്തിക്ക് തന്നെ സാധാരണ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വരികയാണെങ്കിൽ തന്നെ അത് UDF-കാരായിരിക്കും. ഏതായാലും BJP-ക്കാരെ അവിടെ അധികം സാധാരണ ഈ ഫംഗ്ഷൻ പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഒരു BJP ലൈനിലേക്ക് പോകുന്നു എന്ന സംശയം NSS ഡയറക്ടർ ബോർഡിനുണ്ടായപ്പോൾ അവർ ഐക്യവേണ്ടിയാണ് ഇങ്ങനൊരു ഐക്യം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടും എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ സജീവ ചർച്ചയായിട്ട് വന്നിരുന്നു. ഒരുപക്ഷെ ആ ചർച്ചയായിരിക്കാം NSS-നെ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, NSS നേതൃത്വം ഒരു കാലത്തും BJP-യുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല.